എസ് ഡിന്നിയിലേക്ക് പോകുന്നു. എസ് ഡിന്നി, ഇന്ന് ട്രംപ് അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കാണ് കണ്ടത്. അത് താൻ ഇടപെട്ട് നടത്തിയൊരു ഡീൽ ലംഘിക്കപ്പെടുന്നു എന്ന അമേരിക്കൻ ഈഗോ ആണോ, അതോ ഇറാനേക്കാൾ ഇസ്രായേലിനേക്കാൾ ആ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അമേരിക്കൻ ആവശ്യമായതുകൊണ്ടാണോ? ഡിന്നി, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു ഇടപെടൽ നമ്മളിന്ന് കണ്ടു, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അത് കാരണം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ചാൻസ് ഇതൊരു സീസ് ഫയറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് പോലെ തന്നെ ഈ ഒരു സീസ് ഫയർ എന്ന് വെച്ച് ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ മാത്രം ആവശ്യമല്ല. ഈ ഒരു സീസ് ഫയർ ഇപ്പം ഇറാൻ്റെയും ആവശ്യമാണ്, ഇസ്രായേലിൻ്റെയും ആവശ്യമാണ്, അമേരിക്കയുടെ ആവശ്യമാണ്. കാരണം ഇറാനും ഇസ്രായേലും തമ്മിൽ ഈ 12 ദിവസം കൊണ്ട് രണ്ട് ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ജനവിഭാഗത്തിന് വലിയ രീതിയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാൻ ആയാലും ശരി ഇസ്രായേൽ ആയാലും ശരി വലിയ രീതിയിലേക്കുള്ള ഒരു ഉത്സാഹം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അമേരിക്കയെ സംബന്ധിച്ചോളം അമേരിക്ക ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടൊരു കോൺഫ്ലിക്റ്റാണ്. ആ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയ കോൺഫ്ലിക്റ്റിൽ അവർ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് അവർക്ക് ഒരു കാഷ്വാലിറ്റീസ് ഉണ്ടായില്ല. വളരെ നല്ലൊരു ഓപ്പറേഷനാണ് അവർക്ക് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ അതിന് മറുപടിയായിട്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഖത്തർ എയർബേസിലേക്ക് അവർക്ക് സ്ട്രൈക്ക് ചെയ്തു. അവിടെയും കാരണം അത് നേരത്തെ തന്നെ ഇൻഫോം ഒക്കെ ചെയ്തുകൊണ്ട് US-ന് വലിയ രീതിയിലുള്ള ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു കാഷ്വാലിറ്റീസോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചോളം ഇത് ഇവിടെ നിർത്തുന്നതാണ് അവർക്കും നല്ലത്. കാരണം അവരെന്താണോ ഒബ്ജക്റ്റീവ്സ് അവരെന്താണോ അവർ കരുതിയത് അത് നേടി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളും സീസ് ഫയർ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഈ 3 രാജ്യങ്ങളും സീസ് ഫയർ ആഗ്രഹിക്കുന്നെങ്കിലും ഒരു എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറയും. ഈ 3 രാജ്യങ്ങൾ പുറത്തോട്ട് വരുമ്പം ആരാണ് ജയിച്ചത് അല്ലെങ്കിൽ ആരാണ് തോറ്റ് എന്നുള്ള ഒരു നെറേറ്റീവ് വാർ വരുമ്പം അവിടെ ഒരു ക്ഷീണം ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇപ്പം എല്ലാ രാജ്യങ്ങളും നോക്കുന്നത്, പ്രത്യേകിച്ച് ഇറാനും ഇസ്രായേലിൻ്റെ ഭാഗത്തും. അവിടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വളരെ രൂക്ഷമായിട്ടും ദേഷ്യത്തോടെ തന്നെ ആ ഒരു രീതിയിലുള്ള റിയാക്ഷൻ നമ്മൾ കണ്ടത്. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ അനൗൺസ് ചെയ്തതിൻ്റെ മണിക്കൂറിനകം തന്നെ ഇറാനെ സ്ട്രൈക്ക് ചെയ്തു. അതിന് മറുപടിയായിട്ട് ഇറാൻ വീണ്ടും സ്ട്രൈക്ക് ചെയ്തു. വീണ്ടും ഇസ്രായേൽ ആ സ്ട്രൈക്കിന് മറുപടിയായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. അപ്പം ഇസ്രായേലിന് വളരെ കടുത്ത ഭാഷയിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് താക്കീത് കൊടുക്കുകയാണ്, നിങ്ങളത് ചെയ്യരുത്, അത് ചെയ്താൽ അതൊരു വയലേഷനാണ്, നിങ്ങളെ പൈലറ്റ്സിന് തിരിച്ചു കൊണ്ടുവരൂ എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൻ്റെ പുറത്ത് മാക്സിമം പ്രഷർ കൊടുക്കുകയാണ്, ഈ ഒരു രീതിയിലേക്ക് പോകരുത് എന്നുള്ളത്, അതായത് സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള രീതിയിലേക്ക് പോകരുത്. കാരണം ഇറാൻ്റെ ആവശ്യം ഇസ്രായേലാണ് ആദ്യം ഈ അടി തുടങ്ങിയത്. അപ്പം ഇസ്രായേൽ നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്തും എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പ്രഷർ കൊടുക്കുകയാണ് ഇപ്പം ഡൊണാൾഡ് ട്രംപ്. കാരണം ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ഒരു യുദ്ധം നിർത്തണമെങ്കിൽ എന്നുള്ളത് അത് ഡൊണാൾഡ് ട്രംപിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ആവശ്യമാണ്. കാരണം അദ്ദേഹം അത്രമാത്രം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള രീതിയും എല്ലാം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ മറ്റാരെക്കാട്ടി മുൻപ് അദ്ദേഹം മുൻകൈ എടുത്ത് ഒരു സീസ് ഫയറിലേക്ക് ഞാൻ ചെയ്തു എന്നുള്ള രീതിയിലേക്കൊക്കെ വലിയ ഒരു മെസ്സേജ് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സ് അദ്ദേഹത്തിന് നോബൽ പീസ് പ്രൈസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പം ഈ ഒരു സീസ് ഫയർ ബ്രേക്ക് ആവുകയാണ്, ഒരു കോൺഫ്ലിക്റ്റ് വീണ്ടും തുടരുകയാണെങ്കിൽ അത് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള പ്രസിഡന്റിന് പേഴ്സണലായിട്ട് വലിയ ക്ഷീണം ഉണ്ടാവും. ആ ക്ഷീണം ഉണ്ടാവരുത് എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ ഈ കടുത്ത ഭാഷയിൽ ഇസ്രായേലിൻ്റെ പുറത്ത് US-ൻ്റെ പ്രസിഡന്റിൻ്റെ ആ ഒരു വാർണിംഗ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു സീസ് ഫയറിലേക്ക് പോകും. കാരണം ഒരു ബ്രേക്ക് വരെയാണ് ഈ സ്ട്രൈക്ക് കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള ആ ഒരു സൈക്കിളിന് ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പീസിലേക്ക് അല്ലെങ്കിൽ സീസ് ഫയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വരും 12 മണിക്കൂറിനകത്ത് ഇതേപോലുള്ള സ്ട്രൈക്കും കൗണ്ടർ സ്ട്രൈക്ക് നടന്നില്ലെങ്കിൽ പിന്നീട് എനിക്ക് തോന്നുന്നു അതൊരു സീസ് ഫയറിലേക്ക് പോകാനുള്ള ചാൻസാണ് കൂടുതൽ. ഞാൻ ഓപ്റ്റിമിസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപ് ഇത്രമാത്രം ശക്തമായിട്ട് ഒരു നിലപാട് പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ അഗെയിൻസ്റ്റ് എടുക്കുമ്പം ഇസ്രായേൽ അങ്ങനെ ഡൊണാൾഡ് ട്രംപിനെ എല്ലാം മാറ്റി നിർത്തി വീണ്ടും ഒരു സ്ട്രൈക്കിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും സമാധാനം ഉണ്ടാവട്ടെ, അതിനാണ് നമുക്കും ആവശ്യം. ബാക്കി ആര് ജയിച്ചു തോറ്റു എന്ന ചർച്ചകൾക്കപ്പുറം